എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ നമ്മളിന്ന് ചോറ് വെച്ചിട്ടാണ് പായസം തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കാഷ്നട്ടും കിസ്മിസും ഒന്ന് വറുത്തെടുക്കണം. അപ്പം ഞാനിവിടെ ആദ്യം കുറച്ച് കാഷ്നട്ട് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കിസ്മിസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് വറുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നെയ്യിലേക്ക് 1 കപ്പ് ചോറാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ വയ്ക്കുന്ന മട്ടരിയുടെ ചോറാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ നെയ്യിൽ നമ്മുടെ ചോറ് നന്നായിട്ടൊന്ന് വഴറ്റുക. ആ നെയ്യൊക്കെ നന്നായിട്ട് ചോറിലൊന്ന് കോട്ടായി വരണം. കുറച്ചൊന്ന് കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ ചോറിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 3/4 ലിറ്റർ പാലാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കൊഴുപ്പുള്ള പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഈ ചോറിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. പാല് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ പാലൊക്കെ ഏകദാണ്ട് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ 1/2 കപ്പിനടുത്ത് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ആ ഒരു മധുരത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുറുകി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പാല് കുറച്ച് കുറുകി വരുമ്പോഴാണ് നമ്മുടെ പായസത്തിന് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുക. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാത്തത്. നിങ്ങൾ സ്റ്റീൽ പാത്രമൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ സൈഡിലൊക്കെ കരിഞ്ഞു പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കുക. ഇപ്പോൾ പാലൊക്കെ കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പായസത്തിന് നല്ലൊരു സ്വാദും അതുപോലെ നല്ലൊരു മണവും ഒക്കെ വരും. ഇപ്പം നമ്മുടെ പായസം നന്നായി കുറുകി ഏതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡ് നമ്മുടെ ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഓൾറെഡി പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പം മിൽക്ക് മെയ്ഡിൻ്റെ അളവ് അതനുസരിച്ച് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം മിൽക്ക് മെയ്ഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പായസമാണ്. അപ്പോൾ ചോറ് വെച്ചിട്ടാണല്ലോ ഈ പായസം തയ്യാറാക്കുന്നത്, ടേസ്റ്റ് ഉണ്ടാവുമെന്നൊന്നും ചിന്തിക്കേണ്ട. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം തന്നെയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനതിലേക്ക് കാഷ്നട്ടും കിസ്മിസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുത്തൊരു പായസമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.